ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കാണുന്നത് ദ സൂപ്പർ ക്യൂബൻ ആനിമയുടെ സീസൺ 1 എപ്പിസോഡ് 9 എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്താണ് ഒരാളുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ ലൈക്ക് കൂടി ചെയ്യുക. ഇനി നിങ്ങളെ പറ്റിയില്ല, നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. ആദ്യം തന്നെ കാണുന്നത് ഒരാൾ വന്നിട്ട് പറയാണ്, നിങ്ങളെല്ലാവരും സെലക്ഷൻ ടെസ്റ്റിൽ പാസ്സായിരിക്കുകയാണ്, നമുക്കിനി മിസ്റ്റർ പിയാവോനെ വെൽക്കം ചെയ്യാന്ന് പറഞ്ഞ് ഒരാൾ അങ്ങോട്ട് കയറി വരികയാണ്. അങ്ങനെ അയാളെ കണ്ട് ആർക്കൊന്നും മനസ്സിലാവണില്ല, ഇയാളേതാ, എന്തിനങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നേരെ വന്ന് പറയാണ്, കൺഗ്രാജുലേഷൻ, നിങ്ങളെല്ലാവരും എൻ്റെ ബോഡി ഗാർഡായിരിക്കണം എന്ന് അയാൾ പറയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബെസ്റ്റ് തന്നെ കാണിക്കണം എന്ന് പറയണം അയാൾ. നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു റിവാർഡ് ഞാൻ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് 3 മില്യൺ ഡിക്സിൻ കോയിന് പുറമെ നിങ്ങൾക്ക് ഇനിയും തരാം എന്ന് ആൾ വാക്ക് തന്നിരിക്കുകയാണ് എന്ന് പറയാണ്. അവിടെ നിന്ന് ഒരാൾ സ്വാതി കണ്ട് വാങ്ങ് നെട്ടിണിക്കാണ്, എന്ത് 3 മില്യണോ എന്ന് ചോദിച്ച്, നീ എന്ത് ക്രൂവലാണ് പെണ്ണേ എന്ന് ചിന്തിക്കുകയാണ് അവൻ. അങ്ങനെ പിന്നെ കാണുന്നത് വാങ്ങും അതുപോലെ വേറൊരുത്തനും കാറിൽ പോവാണ്. അങ്ങനെ വാങ്ങ് വായിക്കുകയാണ്, ഇതിൽ പ്രോജക്റ്റ് ഉണ്ടല്ലോ എന്ന കാര്യം. ആ സമയത്ത് ആ ഡ്രൈവറായിട്ടിരിക്കുന്ന പെണ്ണ് പറയാണ്, നിങ്ങളുടെ മിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ഗോള് അച്ചീവ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്ഥലത്തെത്താണ്. അവിടെ അവർക്ക് നല്ല സ്വീകരണവും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. അങ്ങനെ വാങ്ങ് അവിടെ നോക്കുന്ന സമയത്ത് ഉള്ളവരെല്ലാവരും വളരെ റിച്ചായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ആ സമയത്ത് ഒരാൾ വിളിച്ചു പറയാണ്, എല്ലാവർക്കും ലുട്ട്ലാനാക്കിലേക്ക് സ്വാഗതം എന്ന്, നമുക്ക് എന്തായാലും നമ്മുടെ ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ അവിടെ കുറേ അധികം കസാരകളിൽ കുറേ റിച്ചായിട്ടുള്ള ആളുകൾ VIPs ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ അടിയിൽ നിന്ന് ഒരു വലിയ ഡോർ പോലൊരു സംഭവം ഓപ്പൺ ചെയ്യാണ്. അതിനടിയിൽ ഒരു മുതലനെ വെച്ചിട്ടുണ്ട്, അതായത് മുതലനെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് അവിടെ എല്ലാവരെല്ലാം ഷോക്കാവാണ്. അങ്ങനെ ആ മുതലക്ക് ഒരു കഴുത്തിലായിട്ടൊരു മണി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ പറയാണ്, ഇത് ഒരു ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന്. അങ്ങനെ നമ്മുടെ മിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, ഈ മുതലയുടെ കഴുത്തിലില്ലേ ആ മണി ആരെടുക്കുന്നു ആൾ ഈ ഗെയിമിൽ വിജയിക്കും എന്ന് പറയാണ്. അതുപോലെ തന്നെ ഈ ഗെയിമിൽ മത്സരിക്കാൻ പോകുന്ന വാരിയേഴ്സിന് കോൾഡ് വെപ്പൺസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ഇതിൽ വിജയിക്കാൻ പോകുന്നവർക്ക് കിട്ടുന്നത് ഒരു വമ്പൻ സമ്മാനമാണെന്ന് പറഞ്ഞ് 2 ട്രോളി മുഴുവനായിട്ടും ഗോൾഡ് കാണിക്കുകയാണ്. അതുപോലെ ഇതിൽ വേറൊരു റൂൾ ഉണ്ട്, അതായത് ആ മണി എടുക്കാതെ ആർക്കും ഈ കേജിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന്. ഇതൊരു ബോഡി ഗാർഡിനെ സെലക്ട് ചെയ്യുന്നതല്ല, മനുഷ്യരുടെ ജീവൻ വെച്ച് ഇവർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് വാങ്ങ്. ആ സമയത്ത് ആ കേജിനുള്ളിലേക്ക് വേറൊരാൾ കയറുകയാണ്. അങ്ങനെ ആളുടെ കയ്യിൽ ആകെ ഒരു കുന്തവും അതുപോലെ ഒരു ഷീൽഡ് പോലത്തെ ആ സംഭവം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവൻ ആ ബെല്ലെടുക്കാൻ പോയതും ആ മുതലേ അവനങ്ങ് തീർക്കുകയാണ്. അങ്ങനെ ആളവിടെ ഡെഡാവുകയാണ്. അങ്ങനെ എല്ലാവരും അത് കണ്ട് ചിരിക്കുകയാണ്. ഇവൻ വെറും വീക്കാണ് എന്ന് പറയാണ് മിസ്റ്റർ പിയാവോ. ഇതവൻ വീക്കായുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയാണ് വാങ്ങ്. നമ്മുടെ ഫസ്റ്റ് ചലഞ്ചിൽ വന്നാൾ ഡെഡാവുന്നതിന് മുമ്പ് വരെ നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചതെന്ന് പറയാണ് അവിടെ ഉണ്ടായിരുന്ന ആങ്കർ. നമുക്കിനി ആങ്കർ എന്ന് പറയാം. നമുക്ക് എന്തായാലും ഇവിടെ ഇനി ഇയാളെ പറയാനൊരു പേരും കിട്ടിയിട്ടില്ല. അതുപോലെ ഇതിൻ്റെ പേര് നിഗ്രാസ് എന്നാണ്, ഇതൊരു സാധാരണ ക്രൊക്കോഡൈലല്ല എന്ന് പറയണം അയാൾ. ആ സമയത്ത് അങ്ങോട്ട് വേറൊരു ട്രോളി നിറച്ച് ഗോൾഡും കൂടി കൊണ്ടുവരികയാണ്. ഞാൻ യങ് മാസ്റ്ററിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ എന്ന് തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞ ആൾ കയറി പോവാണ്. എന്തുകൊണ്ടും മുതലയുടെ കുറച്ച് വിട്ടു നിന്ന് മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നവൻ ചിന്തിക്കുകയാണ്. അവനെ മുതലനെ പോയി അറ്റാക്ക് ചെയ്യണേ. മറ്റവനെ പോലെയല്ല, ഇവൻ കുറച്ചുകൂടി പവർഫുള്ളാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവൻ നേരെ ചെന്ന് ആ സമയത്ത് ആ മുതല അറ്റാക്ക് ചെയ്യാൻ വന്നതും അവൻ അവിടെ നിന്ന് മാറാണ്. അവൻ അവിടെയുള്ള ചുമരിലും കാര്യങ്ങളൊക്കെ ഓടി എങ്ങനെയൊക്കെയോ അതിന് കൂടെ ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് വിജയിച്ചിട്ട് അടുത്ത ആൾ കയറാണ്. അങ്ങനെ അവൻ കയറി ചെന്നതും ആളുകളൊക്കെ പറയാണ്, ഇവനൊരു വെപ്പൺ പോലെയല്ലോ, ഇവൻ എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യാനാണ് എന്നൊക്കെ, ഇവൻ വളരെ അമേസിങ് ആണല്ലോ എന്ന് അവിടുത്തെ ഒരു VIP പറയാണ്. അങ്ങനെ അവൻ നേരെ കയറി ചെന്ന് എന്തോ പോലത്തെ ഒരു സ്പെല്ല് പോലൊരു മാജിക്ക് അവന് ഉണ്ടാക്കി വെക്കുകയാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് ആ മുതൽ നേരെ വന്നാണ് കടിക്കുന്നതും അവൻ ആ മുതലുടെ മുകളിലാണ് നിൽക്കുകയാണ്. അങ്ങനെ അവൻ ആ ജനറേറ്റ് ചെയ്ത ആ മാജിക് പവേഴ്സ് ഉപയോഗിച്ച് അതിനങ്ങ് അതിൻ്റെ തല അറുത്ത് കളയാണ്. അങ്ങനെ അവൻ ആ ഗോൾഡൻ ബെല്ലങ്ങ് കിട്ടുകയാണ്. അങ്ങനെ ഇവനും ഇതിൽ വിജയിക്കുകയാണ്. ഞാൻ നിന്നെ എന്തുകൊണ്ടും വളരെ സന്തോഷത്തോടെയാണ് പരലോകത്തേക്ക് പറഞ്ഞത് എന്ന് പറയാണ് അയാൾ. അങ്ങനെ അവൻ ആ ബെല്ല് നേരെ കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന ആങ്കറിന് കൊടുക്കുകയാണ്. ആൾ പറയാണ്, ഇത് ഡയറക്റ്റായിട്ട് ഈ ഗോൾഡൊന്നും നിനക്ക് തരാൻ പറ്റില്ല. ഓക്കെ ശരി എന്നും അവൻ തിരിച്ചും പറയാണ്. അങ്ങനെ
അങ്ങനെ അടുത്തായിട്ട് വെനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വോൾഫിനെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. സോ ഇതിനെ കണ്ട് എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും വാങ്ങി ചിന്തിക്കുകയാണ് ഇനി അടുത്തായിട്ട് പോകേണ്ടത് എന്ന കാര്യം. സോ അതിനെ കണ്ടാൽ തന്നെ കുറച്ച് ക്രൂവലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെന്നിട്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ.